നമസ്കാരം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 വിദ്യാർത്ഥികൾക്ക് പഠിച്ച വിഷയങ്ങളെല്ലാം വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാനും ഉന്നത വിജയം കൈവരിക്കുവാനും സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇതിന്റെ വെളിച്ചത്തിൽ ഏറ്റവും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ തന്നെ ഉന്നത പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉപരിപഠനം ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ തൃപ്തിയായ വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതിക്ക് അപേക്ഷകൾ നൽകുകയും സെപ്റ്റംബർ മുതൽ ഉപരിപഠനം എന്ന സങ്കല്പത്തോടുകൂടി തന്നെ പ്രവേശനം ലഭിക്കുവാനും ഇടയുണ്ട്. വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഭരണ സംവിധാനവും പുതിയ പ്രചരണ രീതികളും അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടാകുവാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ 2026 ആദ്യത്തെ പകുതിയിൽ തന്നെ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഈ ഒരു വർഷം തന്നെ തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. 2024 പകുതി മുതൽ വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥ മാറി 2025 മെയ് മാസം മുതൽ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ തന്നെ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സമ്മാന പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. മത്സര രംഗങ്ങളിൽ വിജയം കൈവരിക്കുന്നത് വഴി രാജകീയ അംഗീകാരം ലഭിക്കും. അബദ്ധമുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും പിന്മാറിയതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹമായിരിക്കാം, മാതാപിതാക്കളുടെ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളായിരിക്കാം. എന്തായാലും കൂട്ടുകെട്ടുകളിൽ നിന്ന് അബദ്ധങ്ങളിൽ നിന്നും പിന്മാറുന്നത് വഴി വളരെയധികം ഒരുപക്ഷെ ജീവന് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലുള്ള അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് പോലും സാധ്യത കാണുന്നതുമുണ്ട്. ഇതര ഭാഷാ പഠനത്തിന് അവസരങ്ങൾ ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. എല്ലാ കാര്യങ്ങളിലും കഠിന പ്രയത്നം വേണ്ടി വരുന്നത് വഴി പലപ്പോഴും കഠിന പ്രയത്നം എന്ന് മനസ്സിൽ സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ പോലും അനുഭവജ്ഞാനമുള്ള മേഖലകളായതുകൊണ്ട് എല്ലാം സുഗമമായിട്ട് അവലംബിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കുന്നതുമാണ്. നമസ്കാരം.